ജില്ലയിൽ 6000-നടുത്ത് ആളുകളിലേക്ക് മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടായിട്ടുണ്ട്. വള്ളിക്കുന്നിലും അത്താണിക്കലിലുമാണ് രോഗവ്യാപനം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ പോത്തുകല്ലിൽ വ്യാപനമുണ്ടായപ്പോൾ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാരണം കേസുകൾ കുറഞ്ഞു വന്നിരുന്നതായും DMO R രേണുക പറഞ്ഞു. നിലവിൽ ആർക്കും ഗുരുതരമായ രോഗാവസ്ഥയിൽ തണുത്ത ഭക്ഷണം കൊടുക്കരുത്, പ്രത്യേകിച്ച് സാലഡ് പോലുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മുഖേന സ്കൂളുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ LSCകൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഈ കല്യാണം അതുപോലെ ഫംഗ്ഷനുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രോഗബാധിതരായ ആളുകൾ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചടങ്ങിലേക്ക് പങ്കെടുക്കരുതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ 3 ആഴ്ചയോളം. കാരണം രോഗം ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർ രോഗലക്ഷണം കാണിക്കാൻ തന്നെ 2 ആഴ്ചയോളം എടുക്കും. ആ ഒരു പീരീഡിൽ അവർക്ക് അസുഖം പറ്റാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അസുഖം മാറി ഇതാകണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 3 ആഴ്ച എടുക്കും. ഈ സമയങ്ങളിൽ അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുകയും അവർ ഇതുപോലെ ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അസുഖം വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വളരെ നല്ല രീതിയിൽ IEC കാര്യങ്ങളും നമ്മുടെ സർവൈലൻസും എല്ലാം ഊർജ്ജപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡറി കേസുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അവിടെ മൈക്ക് പബ്ലിസിറ്റി കാര്യങ്ങളെല്ലാം അതുപോലെ തദ്ദേശ സ്വയംഭരണ ഓരോ ഗ്രാമപഞ്ചായത്തുകളും ജനപ്രതിനിധികളും ഒക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുകയും അത് അവർക്ക് ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ഷിഗല്ല രോഗബാധ നിയന്ത്രണ വിധേയമാണെന്നും DMO മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.